നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ സക്സസ് ആവാനായിട്ട് ഒരു ട്രിക്കാണത്. കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഞാനത് നല്ല ലെവലിൽ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് അതിന്റെ റിസൾട്ടും കാണുന്നുണ്ട്. നമുക്ക് തോന്നുന്ന ഐഡിയയും അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെയും ബിറ്റ്വീനിലെ ടൈം ഉണ്ടല്ലോ, അത് നമ്മൾ കമ്മിയാക്കും തോറും നമ്മുടെ സക്സസ് കുറച്ചുകൂടി സ്പീഡിലാവാൻ തുടങ്ങും. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എത്രത്തോളം സ്പീഡിൽ നമ്മൾ ഫെയിലിയർ ആവുന്നു അത്രത്തോളം നമ്മുടെ സക്സസിന്റെ ചാൻസസ് കൂടിക്കൊണ്ടിരിക്കുന്ന കാര്യം. എന്റെ റീലിനകത്ത് ഇനി ഒരു ടോപ്പിക്കാണ് പറഞ്ഞത്. ഇത് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറയാനുള്ള കാര്യം എനിക്ക് തോന്നി. ഇപ്പൊ നമുക്കൊരു ഐഡിയ നമ്മുടെ മൈൻഡിൽ വന്നു, അത് നമ്മൾ ഒരുപാട് തിങ്ക് ചെയ്ത് പ്ലാൻ ചെയ്യണം വേണ്ടെന്നല്ല, പക്ഷെ അതിനുവേണ്ടി തന്നെ ഒരുപാട് സമയം കളഞ്ഞത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഒരു അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടാവും. അതേപോലെ ഓവർ തിങ്ക് ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്ന റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആക്കാൻ നോക്കുക. പക്ഷെ ടു ബി ഓണസ്റ്റ്, ഇനീഷ്യലി നമുക്ക് വരുന്ന ഐഡിയാസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം പോകുന്നല്ലാതെ അതിന് റിസൾട്ട് ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ ഫെയിലിയർ ആവും. അതിലൂടെ നമുക്ക് ഉറപ്പില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പോൾ എന്താ പറയാ വലിയ ലെവലിൽ സക്സസ് ആവണമെന്നില്ല. നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ട് എടുത്തിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത ലെവൽ ഓഫ് റിസൾട്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഭയങ്കര സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വരുന്ന ഐഡിയാസ് ഉണ്ടല്ലോ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ ഒരുപാട് സമയം എടുക്കും തോറും എന്താ പറയാ ഒരു പ്രോസസ്സും ഡിലേ ആവും. എൻഡിൽ ഒന്നിനും സക്സസ് ആയി അല്ലെങ്കിൽ ഫെയിലിയർ ആയി വിചാരിച്ചു. പിന്നെ എഗെയിൻ നമ്മൾ ആ ഒരു വേറൊരു ഐഡിയ എടുത്ത് പിന്നെ അതിലും വർക്ക് ചെയ്ത് പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതേസമയം നമ്മൾ അങ്ങനെ ഒരുപാട് തിങ്ക് ചെയ്യുന്നത്, നമുക്ക് ഐഡിയ വന്ന് ജസ്റ്റ് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു, ഐഡിയ വന്ന് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു, നമുക്ക് അറിയില്ല ഏതാ വർക്ക്ഔട്ട് ആവുന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കീപ് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം പെട്ടെന്ന് ഫെയിൽ ആവുന്നു അത്രയും പെട്ടെന്ന് നമ്മുടെ സക്സസ് നമ്മുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇത് ഫെയിൽ ആവാൻ തന്നെ ഒരുപാട് ടൈം എടുക്കുവാണ്, പിന്നെയും ഫെയിൽ ആവാൻ ഒരുപാട് ടൈം എടുക്കുവാണ്. അങ്ങനെ പോയി സക്സസ് എത്തുമ്പോഴേക്കും ഒരു ടൈം ആയിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ദ തിങ്. നിങ്ങൾക്ക് എത്ര $1 million ഐഡിയ നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ എത്ര കഴിവുള്ള ആളാണെന്നോ, നിങ്ങൾ എത്ര സ്പെഷ്യൽ ആണോ, നിങ്ങൾക്ക് ഇന്ന സ്കിൽസ് ഉണ്ടെന്നോ നമുക്ക് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വരുന്ന ഐഡിയാസ് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സക്സസ് നിങ്ങളെ ഡിലേ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ഞാൻ എന്റെ എക്സാമ്പിൾ പറയാം. ഞാൻ പണ്ടൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോൾ 100 പ്രാവശ്യം ആലോചിക്കും, ഇങ്ങനെ ഇടണോ, അങ്ങനെ ഇടണോ, എന്താ പറയണ്ടേ, ഇന്നെന്താ പറയണ്ടേ, എനിക്ക് ഒരു ഐഡിയ വന്നാൽ ഇന്ന് പറയണോ, ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് നാളെ പറഞ്ഞാലോ, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ഒരു ഐഡിയ ഞാൻ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കലുണ്ട്. അതായത് 75 ഹാർഡ് ചാലഞ്ച് എനിക്ക് ചെയ്യാൻ തോന്നിയ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ ഒരു കംപ്ലീറ്റ് ഡേ എടുക്കണം, ഫുഡ് കഴിക്കുന്ന ഒന്നും എനിക്ക് അറിയില്ല. ബട്ട് ഞാൻ എല്ലാം ജസ്റ്റ് എനിക്ക് പറ്റുന്ന പോലെ ഷോർട്സും ആംഗിളും കാര്യങ്ങളും ഒന്നും പെർഫെക്റ്റ് ആയി ഒന്നുമില്ല. ജസ്റ്റ് റാൻഡം ആയിട്ട് എടുത്തിട്ട് എങ്ങനെ എടുക്കാത്ത ഒരാളെ എടുത്ത് അങ്ങനെ ഉണ്ടാവും. അതേപോലെയാണ് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒന്നും സ്റ്റാർട്ട് ചെയ്ത് പോലും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഞാൻ അത് അങ്ങനെ ചെയ്തുകൊണ്ട് എന്തായി 75 ഹാർഡ് ചാലഞ്ച് കംപ്ലീറ്റ് ആയി. ആ സമയത്ത് എന്റെ അക്കൗണ്ട് പോസ്റ്റും ചെയ്തു, അത്യാവശ്യം റീച്ചും വന്നു. ആൻഡ് അതേപോലെ ഈ 5 AM കാര്യം, ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാടൊന്നും തിങ്ക് ചെയ്തില്ല. ഞാൻ ഒരുപാട് തിങ്ക് ചെയ്തിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അയ്യോ 5 മണിക്ക് എണിക്കോ, 2 ദിവസം എണിക്കും, 3-ാം ദിവസം എണിക്കില്ല, 3-ാം ദിവസം എണിച്ചില്ലാന്നെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. ഞാനിങ്ങനെ തിങ്ക് ചെയ്ത് ഞാൻ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യില്ല. ഞാൻ എന്താ പറയാ, എനിക്ക് തോന്നി പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ 5 മണിക്ക് എണിച്ചു, അതിനുള്ള വീഡിയോ എടുത്തിട്ടു. സോ എന്തായി, അതെനിക്ക് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. ഇപ്പൊ അത് അത്യാവശ്യം നല്ല ലെവലിൽ റീച്ചിൽ പോകുന്നില്ലേ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഐഡിയാസ് ഇവരെ എക്സിക്യൂട്ട് ചെയ്യുക. പെർഫെക്ഷനിസ്റ്റ് ഒക്കെ പിന്നെ ആദ്യം എന്താ പറയാ ബിൽഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്യാം. അതായത് ഒരു വീട് കെട്ടുന്നതിന് മുന്നേ തന്നെ അതിന്റെ ചുമരിൽ അടിക്കേണ്ട പെയിന്റ് എന്തായിരിക്കും കൺഫ്യൂസ് അടിച്ചിരിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ, എന്തെങ്കിലും സെൻസ് ഉണ്ടോ, ഒന്നുമില്ല. ആദ്യം വീട് കെട്ടണം അല്ലെ. സോ അതാണ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുക, ആദ്യം ചെയ്യാം. ഒരു കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണോ, എനിക്ക് ഏത് കണ്ടന്റ് ഇടണം അറിയില്ല, ആദ്യം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, ജസ്റ്റ് ഒരു പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷമാണല്ലോ കണ്ടന്റ് വരണേ. ഇനി അതേപോലെ തന്നെ ഇപ്പൊ എന്തൊരു കാര്യം ആയിക്കോട്ടെ, സ്റ്റാർട്ട് ചെയ്യുക, ഐഡിയാസ് കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുക. ബാലൻസ് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാൻ ലെവലിൽ പോകാം. അല്ലാതെ എല്ലാം അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാന്നൊക്കെ കൊണ്ടിരുന്ന അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ ഒരു ഫാക്ടറാണ് പെട്ടെന്ന് സക്സസ് ആവുന്നവന്റെയും അല്ലാത്ത എത്ര ടാലന്റ് ഉണ്ടായിട്ടും ഒരു മുക്കിലിരിക്കുന്നവന്റെയും ബിറ്റ്വീനിലെ ഡിഫറൻസ് ഇതാണ്. ഇവന്റെ മൈൻഡിലും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, വർക്കാവോ ഇല്ലയോ, ബട്ട് ആൾക്കാർ എന്ത് വിചാരിക്കും, ജഡ്ജ് ചെയ്യോ, ഞാനൊരു ഇഡിയറ്റ് ആയിട്ട് ഫീൽ ചെയ്യൂ എന്നൊക്കെ ഇവന്റെ മൈൻഡിലും ഉണ്ടാവും, ഇവന്റെ മൈൻഡിലും ഉണ്ടാവും. ബട്ട് ഇവനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാണ്. അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ബട്ട് ഇറ്റ്സ് അബൌട്ട് മൈ ലൈഫ്. ഞാൻ ചെയ്തില്ലാന്നെങ്കിൽ എനിക്ക് ആരും ചെയ്തിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്പീഡായിട്ട് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പെർഫെക്റ്റ് ആവണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശരിയായില്ലാന്നെങ്കിൽ ആൾക്കാർ എന്ത് പറയും, അയ്യോ അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നത് പെർഫെക്റ്റ് ആയില്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടാവുക, അയ്യോ എന്നെ പറ്റി എന്താ വിചാരിക്കുക. ആ ഒരു തിങ്കിങ്, ആ ഒരു തോട്ട് കാരണം ആ പെർഫെക്ഷനിസ്റ്റിന്റെ ലൂപ്പിൽ ഈ ഒരു വ്യക്തി അകപ്പെട്ട് പോകുന്നുണ്ട്. ഈ വ്യക്തിയുടെ സക്സസ് ചിലപ്പോൾ നാളെ മറ്റന്നാൾ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്ന ഒരു 10 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക. കാരണം ഈ വ്യക്തി ചെയ്യുന്നുണ്ട്. ബട്ട് എന്താ എക്സിക്യൂഷന്റെ ആ ഒരു സ്പീഡ് ഭയങ്കര കമ്മിയാണ്. സോ ഇൻ ലൈഫ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ എന്തോ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, കണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, വട്ട് സ്റ്റഡീസ് ആയിക്കോട്ടെ, വട്ട് എവർ യു ആർ ഡൂയിങ്, ട്രൈ ടു എക്സിക്യൂട്ട് ദ തിങ്സ് ഫാസ്റ്റർ. ഓക്കെ, അല്ലാതെ നാളെ എന്ന് നീട്ടി വെക്കുന്നതിനോട് ഒരു അർത്ഥം ഉണ്ടാവുന്നില്ല. നാളെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിൽട്ട് മാത്രം തരുന്ന ഒരു കാര്യമാണ് നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ start it now, just execute right now. That's a very important thing. So it's all about this video.